അങ്ങനെ പെട്ടിയും ബാഗ് എടുത്ത് നമ്മൾ ഇവിടുന്ന് പോവാണ്. എങ്ങോട്ടാന്നല്ലേ അത് ഞാൻ വഴിയെ പറയാം. തിരുവനാണെങ്കിൽ ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങുന്നത്. ഓൺ ദി വേ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറി. അപ്പൊ പിന്നെ നമുക്കും കൂടി കുറച്ച് ഇന്ധനം നിറയ്ക്കാന്ന് വിചാരിച്ചു. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ നമ്മൾ സംഭാറാണ് വാങ്ങിച്ചു കൊടുത്തത്. ഇത് ഞങ്ങൾക്ക് കുറെ ഇഷ്ടമുള്ള കാരണം അച്ഛന് വാങ്ങിച്ചു കൊടുത്തത്. സത്യം പറയാലോ, പാവം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കുടിക്കാണ്. എന്റെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഓക്കെ പറഞ്ഞിട്ടെങ്കിലും ആ മുഖത്ത് നിന്ന് നിങ്ങൾക്കും വായിച്ച് മനസ്സിലാക്കാം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഞാനും അമ്മ എവിടെ പോയാലും ഐസ്ക്രീം മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ ഓൺ ദി വേ ഒരുപാട് ഒട്ടകത്തെ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ. ഞങ്ങൾ 2 ദിവസത്തെ ഒരു സ്റ്റെക്കേഷന് വേണ്ടിയിട്ട് റാസൽ കേമയിലേക്കാണ് യാത്ര. ഇവിടെ മർജാൻ ഐലൻഡിലുള്ള റോവിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് മാത്രല്ല കേട്ടോ, ഞങ്ങൾ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ട്രാഫിക് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അച്ഛനമ്മേനെ റൂമിലാക്കി തൊട്ടപ്പുറത്തെ റൂം തന്നെയായിരുന്നു നമ്മുടെ. ഇനി ഒട്ടും സമയം കളയാനില്ല. വേഗം തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിങ്ങിന് പോകണം. അതാണല്ലോ ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം. നേരെ പോയി ആദ്യം ബീച്ചിലേക്ക്. ഇവിടെ ആണെങ്കിൽ ഒട്ടുക്കത്തെ തണവും വെള്ളത്തിന് നല്ല കാറ്റും. കുറച്ചേറെ ബീച്ചിൽ കളിച്ചുള്ളൂ, തണുത്തിട്ട് വയ്യായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ നല്ല ചൂടുവെള്ളമായിരുന്നു. എന്റെ അമ്മ വെള്ളം കാണുമ്പോഴേക്കും വെള്ളത്തിലേക്ക് ഇറങ്ങും. പിന്നെ ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും അത്ര മോശമൊന്നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മതിയാവുന്നത് വരെ കളിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറി. ഇത്രയും കളിച്ച കാരണം തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം.